ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 2ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ 2ാമത്തെ പാഠം നന്നായി ഉണ്ണാൻ എന്നതിൻ്റെ പ്രവർത്തനങ്ങളാണ് കേട്ടോ. അപ്പോൾ പ്രവർത്തന പുസ്തകത്തിലെ 1ാമത്തെ പ്രവർത്തനമാണ് എന്ത്? പ്രവർത്തനം 2.1 എഴുതി നോക്കാം. എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണല്ലോ. നമുക്ക് ആഹാരം ലഭിക്കുന്നത് കൃഷിയിലൂടെയാണ്. എന്തെല്ലാം കൃഷികളാണ് നമുക്ക് ചുറ്റുമുള്ളത്? എഴുതി നോക്കാം. ഒരുപാട് കൃഷിയുണ്ടല്ലേ നമുക്ക് ആഹാരം ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ചാണ് കേട്ടോ എഴുതുന്നത്. മക്കൾ കൂടുതൽ എഴുതുക. ഒരുപാട് എഴുതാനുണ്ടല്ലോ. നെല്ല്, കപ്പ, ചേന, ചേമ്പ്, തക്കാളി, പച്ചമുളക്, ഉള്ളി, ചോളം, വഴുതനങ്ങ, ക്യാരറ്റ്, ബീട്രൂട്ട്, വാഴ, കൈതച്ചക്ക, മാങ്ങ, ചക്ക, പപ്പായ അല്ലേ, ഒരുപാട് ഇനിയുണ്ട്. അപ്പോൾ മക്കൾ കൂടുതൽ കൃഷികളുടെ പേരുകൾ എഴുതുക കേട്ടോ. പ്രവർത്തനം 2.2 വായിക്കാം. ഞാൻ കലപ്പ. കൂട്ടുകാരെ, ഞാനാണ് കലപ്പ. കൃഷി ചെയ്യാൻ നിലമൊരുക്കണ്ടേ? മണ്ണ് നന്നായി ഇളക്കി മറിച്ചാണ് നിലമൊരുക്കുന്നത്. അതിന് പണ്ടൊക്കെ ആളുകൾ എന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. എൻ്റെ മൂർച്ചയുള്ള ഭാഗം മണ്ണിൽ ചാലുകൾ കീറും. ചിത്രത്തിലുള്ളതാണ് കേട്ടോ. കാളകളും പോത്തുകളും ചിലപ്പോൾ മനുഷ്യരുമൊക്കെ എന്നെ വലിച്ചുകൊണ്ടു പോകും. കാലം മാറി. യന്ത്രങ്ങൾ വന്നപ്പോൾ എന്നെ ആർക്കും വേണ്ടാതായി. അപ്പോൾ ഈ കലപ്പ എന്ന് പറയുന്നത് എന്താ മക്കളെ? മണ്ണ് നന്നായിട്ട് ഇളക്കി മറിക്കാനല്ലേ, കിളയ്ക്കാനുള്ള പണ്ടൊക്കെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് കേട്ടോ. അതാ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ. എന്നാൽ ഇപ്പം എന്താണ്? യന്ത്രങ്ങൾ വന്നില്ലേ. അപ്പോൾ യന്ത്രങ്ങൾ വന്നപ്പോൾ കലപ്പയുടെ ഉപയോഗമൊക്കെ കുറഞ്ഞു. കാളൻ്റെയും പോത്തിൻ്റെയും ചിലപ്പോൾ മനുഷ്യരും ഒക്കെ തന്നെയാണ് വലിച്ചു കൊണ്ടിട്ടാണ് നിലമൊരുക്കുന്നത്. പ്രവർത്തനം 2.3 കടങ്കഥ നിർമ്മിക്കാം. അപ്പോൾ തക്കാളി വെച്ചിട്ടുള്ള ഒരു കടങ്കഥയാണ് വേണ്ടത്. ഉത്തരം തക്കാളി വരണം. എങ്ങനെ എഴുതാം? എൻ്റെ നിറം ചുവപ്പാണ്, ഞാൻ ഉരുണ്ടിട്ടാണ്, നിങ്ങൾ എന്നെ കറിയിലിടും, പച്ചക്കറിയാണെന്ന വെപ്പ്, എന്നാൽ ഞാനൊരു പഴമാണ്. ആരാണ്? തക്കാളിയാണ് അല്ലേ. ഇനി അടുത്തത് പച്ചമുളകാണ്. ഇത്തിരി കുഞ്ഞൻ്റെ വാലിന്മേൽ എല്ല്. അപ്പം നിങ്ങൾ കണ്ട പച്ചമുളകിൻ്റെ താഴെയുള്ള ആ ഞെട്ടിനെയാണ് നമ്മൾ എല്ലാക്കി ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് ക്യാരറ്റാണ്. മണ്ണിനടിയിലെ പൊന്നു കണ്ടാൽ മുയൽ പോലും ഓടി വരും. ക്യാരറ്റ് അല്ലേ. അപ്പോൾ മുയലിൻ്റെ ഇഷ്ടഭക്ഷണം ക്യാരറ്റാണ് അല്ലേ. ഇനി പ്രവർത്തനം 2.4 കൃഷിയുടെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് കണ്ടെത്തി എഴുതാം. കൃഷിക്ക് ഘട്ടങ്ങളുണ്ട് അല്ലേ. ആദ്യം ഏതാ ചെയ്യേണ്ടതെന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ഫസ്റ്റ്? നിലമൊരുക്കുക, പിന്നെ വിത്ത് വിതയ്ക്കുക, വെള്ളവും വളവും നൽകുക, പിന്നെ പരിചരിക്കുക, പിന്നെ ലാസ്റ്റ് വിളവെടുപ്പാണ് അല്ലേ. അടുത്തത് പ്രവർത്തനം 2.5 കൃഷിപ്പണിയല്ലാതെ വേറെ ഏതെല്ലാം തൊഴിലുകൾ നമ്മുടെ നാട്ടിലുണ്ട്? അന്വേഷിച്ചു കണ്ടെത്താം. ഒരുപാട് ജോലികളുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഓരോന്നിൻ്റെ പേരെഴുതാം. കൂടുതൽ മക്കൾ കൂട്ടിച്ചേർക്കണേ. പോലീസ്, വക്കീൽ, ഡ്രൈവർ, പോസ്റ്റ്മാൻ, ഇലക്ട്രീഷ്യൻ, ഫയർമാൻ, പെയിൻറ്റർ, ആശാരി, തയ്യൽക്കാരൻ, പ്ലംബർ, എഞ്ചിനീയർ, ഫോട്ടോഗ്രാഫർ, മെക്കാനിക്, കെട്ടിടപ്പണിക്കാർ, പട്ടാളക്കാരൻ, പൈലറ്റ്, കലാകാരന്മാർ, ബ്യൂട്ടീഷ്യൻ, ബാർബർ, സെയിൽസ്മാൻ തുടങ്ങിയ ഒരുപാട് ജോലികൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. തെങ്ങ് കയറ്റക്കാർ അല്ലേ, അതുപോലെ മരം വെട്ടുകാർ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എഴുതുക കേട്ടോ. പ്രവർത്തനം 2.6 നന്നായി ഉണ്ണാൻ എന്ന കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം വരച്ചു നോക്കാം. അപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് ടെക്സ്റ്റ് ബുക്ക് നോക്കി മക്കൾ ചിത്രം വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രവർത്തന പുസ്തകത്തിൽ പ്രവർത്തനങ്ങളായിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.